ശനിയാഴ്ച നമ്മൾ പോർക്കിറച്ചി വാങ്ങിച്ചു. എന്റെ കാലം മേടിക്കാനാ ഇമ്രാൻ കൊടുക്കട്ടെ. വിധുവദനയായി വിവശയായവളൊതുങ്ങി നിന്നു നാണം കുണുങ്ങി നിന്നു. ബ്ലൗസ് വാങ്ങി ടാക്സിയിൽ കേറി. അന്ന വല്യമ്മേനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിട്ടാണ് ഇത് വെച്ചിട്ടില്ല കേട്ടാ. ഒന്ന് സെറ്റായിട്ട് കഴിക്കാൻ വെച്ചിട്ട് അച്ഛനൊന്ന് പോയി വിശ്രമിച്ച് വരുമ്പോഴേക്കും പരിപാടിയുണ്ടോ? പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ ചെറുപ്പകാലത്തുള്ള ഒരു അമ്മാമ്മേരെ വീടിന് അത് ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയ്ക്ക് അപ്പോൾ ഒരു 110 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് മരിച്ചു പോയിട്ട് കുറേ കൊല്ലങ്ങളായി. ആളുടെ ഒരു മോളുണ്ട്, പാചകക്കാരി, അന്ന വല്യമ്മ എന്ന് പറയും. ഭയങ്കര ഫേമസ് പാചകക്കാരിയാണ്. പണ്ട് കാലത്തൊക്കെ ഓരോ വലിയ വലിയ വീടുകളിലൊക്കെ പോയി ഈ പരിപാടികളൊക്കെ ഉണ്ടാവും. പണ്ട് കാലത്ത് ഒരു 1960, 65, 70 കാലഘട്ടങ്ങളിലൊക്കെ വലിയ വലിയ വീടുകളിലൊക്കെ കല്യാണങ്ങൾ പരിപാടികൾ അന്നൊക്കെ കുറച്ച് പേർക്കല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പരിപാടി നടത്തുന്ന പാചകത്തിന് പോയി ഓടണ്ടായിരുന്നു. അയ്യോ ഇമ്രാന് കടി കിട്ടി പോണ്ടായിരുന്നു. അങ്ങനെ പാചകം ചെയ്യുന്ന ഒരു അന്നവല്ലിമ്മിൻ്റെ അന്നവല്ലിമ്മ ഓരോ സ്ഥലത്ത് പണ്ട് കാലത്ത് ഞങ്ങളുടെ വീട് അവിടെയാണ് അറ്റത്ത്. അപ്പൊ വല്യമ്മേരെ വീട് ഇതാണ്. ആ പൊളിച്ചു പോയിട്ട് പണ്ടത്തെ ഒരു ഓടിന്റെ ജോവിന്റെ വീട്, കൂട്ടുകാരൻ ജോവിന്റെ വീട്. അപ്പൊ അന്നവല്ലിമ്മേരെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നവല്ലിമ്മ നമ്മുടെ കൂടെ നിന്നിട്ട് പാചകം ചെയ്തിട്ടുണ്ട് 4 കൊല്ലം മുന്നേ. ഇപ്പുള്ളവർക്കൊന്നും അറിയില്ലേ. അപ്പൊ അന്നവല്ലിമ്മ ഓരോ അവിടെയൊക്കെ പാചകം ചെയ്തിട്ട് ഇങ്ങനെ ബാലൻസ് കൊണ്ടുവരും. അന്ന് കാലത്തൊക്കെ ഇറച്ചി മീനൊക്കെ നമുക്ക് അവറുപ്പാണ്. അവറുപ്പ് എന്ന് പറയുന്നത് അതായത് കിട്ടാക്കനിയാണ്, ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അന്നവല്ലിമ്മ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നിട്ട് അന്നവല്ലിമ്മേരെ അമ്മ ഒരു വിളിക്കും, അമ്മിണിയേന്ന് നീട്ടി വിളിക്കും. സജീവന്റെ വീടിന്റെ അവിടെ അല്ലേ തറവാട്, അങ്ങോട്ട് കേൾക്കണം. അപ്പൊ അങ്ങോട്ട് കേൾക്കും. അപ്പൊ അമ്മ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് ഇങ്ങനെ വിളിക്കുക അമ്മിണിയേന്ന് വിളിക്കും. ഇങ്ങനെ ആ മോടിന്ന് താഴോട്ട്. അപ്പൊ അമ്മ വരും, പാത്രം കൊണ്ടുപാടി എന്ന് പറയും. അപ്പൊ ആ പാത്രം അമ്മ വിളിക്കുമ്പോ അറിയാലോ ഇത് വെളിച്ചെണ്ണ കാച്ചിട്ട് ഇത് വെന്ത വെളിച്ചെണ്ണക്കില്ലേ അത് കാച്ചുമ്പോൾ അതിൻ്റെ അടിയിലുണ്ടാവണം മട്ട്. അതൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇവിടെ കാച്ചും. ഇവിടെ 4 പെണ്ണുങ്ങളല്ലേ, അപ്പോൾ അവർക്ക് മുടിയിൽ തേക്കാനൊക്കെ ആയിട്ട് എല്ലാവരും മരിച്ചു പോയി. അന്നവല്ലിമ്മയ്ക്ക് ഇപ്പോൾ 90-92 അവരുടെ ജീവിതാവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരുന്നു. അതന്നെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് 4 പേരും പണിക്ക് പോകുന്നുണ്ട്. ഏറ്റവും മൂത്ത വല്യമ്മ, പിന്നെ രണ്ടാമത്തെയാണ് അന്നവല്ലിമ്മ, മൂന്നാമത്തെ സെലിന. അല്ല, രണ്ടാമത്തെ സെലിന എടുത്തി, അത് കഴിഞ്ഞിട്ട് അന്നവല്ലിമ്മ, മൂന്നാമത്തെ അന്നവല്ലിമ്മ, 4മത്തെ തങ്കമ്മായി. ആ തങ്കവല്ലിമ്മ, അവര് വല്യമ്മയുടെ മോനാണ് ജോവിന്റെ അച്ഛൻ. 4 പേരും ഇങ്ങനെ വീടുകളിലേക്ക് പണിക്ക് പോണവരാ. ആകെപ്പാട് അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരാളുള്ളൂ, ജോയി. ബാക്കി 3 പേരും കല്യാണം കഴിച്ചിട്ടില്ല. ഏറ്റവും താഴെയുള്ള തങ്കവല്ലിമ്മ മാത്രം കല്യാണം കഴിച്ചിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ ഒരു മോൻ. തങ്കവല്ലിമ്മ 3 മാസം മരിച്ചു. എല്ലാവരും മരിച്ചു പോയി. അപ്പൊ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നവല്ലിമ്മ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിൽ അന്നവല്ലിമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അന്നവല്ലിമ്മയുടെ പോർക്ക് റോസ്റ്റ്. അത് അന്ന് 7-7.5 കൊല്ലം മുമ്പാണ് നമ്മൾ വെച്ചിട്ടുള്ളതാണ്. പിന്നെ വെച്ചിട്ടുണ്ടാ നമ്മളെ മുൻപ് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഇവിടെ അച്ഛൻ എപ്പോഴും ആവേപ്പ വെക്കാറ്, നമ്മുടെ അച്ഛൻ. അപ്പൊ ഇന്ന് ശനിയാഴ്ച നമ്മൾ പോർക്കിറച്ചി വാങ്ങിച്ചിട്ടുണ്ടാ. പോർക്കിറച്ചി വാങ്ങിച്ച് കഷ്ണങ്ങളാക്കി. അപ്പൊ അന്നവല്ലിമാരെ പാചകം ചെയ്യാനാണ് വിചാരിക്കുന്നത്. കൂർക്കും പോർക്കും വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അത് പ്ലേറ്റ് മാറ്റി ഇതിലേക്ക് ആക്കി. സരിത ഇതിലേക്ക് പോകുന്നു. അന്നവല്ലിമേരെ പോർക്ക് റോസ്റ്റ് ഗംഭീര ടേസ്റ്റാണ്. അല്ല, ഇതിനു വേണ്ടി പോർക്കിറച്ചി 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്, കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത്. പിന്നെ പാത്രം തീ കത്തിച്ച് അടുപ്പത്ത് വെച്ചു. മെയിൻ പാത്രം കേട്ടോ. സരിതയാണ് പാചകത്തിലേക്ക് പോകുന്നത്. ചാർലി ഇവിടെ എടുക്കുന്നുണ്ട്, ഇമ്രാൻ്റെ അടിയിൽ എടുക്കുന്നുണ്ട്. ഇമ്രാൻ എന്തിനാണ് കടി കിട്ടിയത്? എന്തോ ഒരു ആ സാധനം അത് ഇതുവരെ തിന്നിട്ടില്ലേ. അത് വായിൽ കൊണ്ട് നടക്കാണ് ചാർലിക്ക് അത് വേണ്ട. എന്നാ ഇമ്രാൻ ഇട്ട് തിരിയൂലേ, നോക്കിക്കണ്ട ഒരു കഷ്ണം. ഞാനേ ഈ പോർക്കിറച്ചിയിലത്തെ ഇത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം അവസാനം ഊറില്ല. അപ്പോൾ ആ വെള്ളം അങ്ങോട്ട് ഇങ്ങനെ ഊറ്റി കളയുമ്പോൾ ഒരു ഇറച്ചി കഷ്ണം നിലത്തേക്ക് വീണു. അത് വീഴുന്നത് ചാർലി അവിടെ നിന്നിട്ട് കണ്ടു. ഇമ്രാൻ്റെ തൊട്ടടുത്തിട്ട് കേട്ടാ. ഇമ്രാൻ ഈ വെള്ളം പുറത്തേക്ക് പോയിക്കുന്ന വെള്ളം ഊറ്റി കുടിക്കാൻ പറ്റുന്നതാണ് ഇമ്രാൻ നിൽക്കണത്. ആ സമയം ചാർലി ഒരു നോട്ട കഴിക്കി. ഇമ്രാൻ ഇപ്പോൾ ചാർലിന് മുന്നിൽ ഒരു ഇറച്ചി കഷ്ണം എടുക്കണ്ട. ആ ഇറച്ചി കഷ്ണമാണ് പോയത്. ആ ഇറച്ചി കഷ്ണത്തമേ ഇമ്രാൻ തൊട്ടില്ല. ചാർലി വന്നിട്ട് ആ കഷ്ണം എടുത്തു. അപ്പോൾ ആ സമയത്താണ് ഇമ്രാൻ അങ്ങോട്ട് പോയത്. പോയപ്പോൾ ചാർലി ഈ കഷ്ണം എവിടെയോ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവനെ പോയിട്ട് ഒരു കടി കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു.
ഇതിന്റെ അല്ല ഈ കഷ്ണം കൊണ്ട് അങ്ങോട്ട് പോയേ അവിടെ നിന്ന് വരുമ്പോ വായുന്നുണ്ട് കഷ്ണം കൊണ്ട് പോയിന്റെ കഷ്ണം കൊണ്ട് പോയിട്ട് തിന്നാൻ നോക്കിയില്ലേ നോക്കിയില്ലേ ഒരു കടിയും കിട്ടി നോക്കിയപ്പോ എന്താ നോക്കിയേ മുന്നിൽ വെച്ചിരിക്കണ കണ്ട അത് തൊടണില്ലേ തിന്നണില്ല കുറച്ച് കഴിയുമ്പോ തിന്നും എന്ത് സ്വഭാവല്ലേ കണ്ടാ അതൊരു ചേട്ടാ ചാർലിക്ക് ഇമ്രാൻ എന്റെ കാലം മേടിക്കാനാ പറയാൻ പറ്റില്ല അധികാരം എന്ന് പറഞ്ഞ ഭയങ്കര അധികാരം ആള് ചെറുതായിക്കോട്ടെ ഇനിയിപ്പോ ഇതിലേക്ക് പോവാ പാത്രം ചൂടായി മഞ്ഞൾപ്പൊടി ഇരുന്നു മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ടാ ഇളക്കട്ടെ പിന്നെയുള്ളത് ഗരം മസാലപ്പൊടിയാണ് കേട്ടാ ഒരു 3/4 ടീസ്പൂൺ ആളെ പാചകമൊക്കെ വേറെ ടൈപ്പാണ് മല്ലിപ്പൊടി ഏകദേശം മുളക് പൊടിയുടെ 3/4 ഗരം മസാലപ്പൊടി ഇത്തിരി ലാസ്റ്റ് ഇടാം അല്ലെ നീ നോക്കിയിട്ട് ചൂടാവട്ടെ നന്നായിട്ട് ഒന്ന് മൂക്കണം മൂക്ക് തടഞ്ഞു അല്ല മൂക്ക് തടഞ്ഞു ചെറിയ തീയിലിട്ട് മൂപ്പിച്ചാൽ മതിട്ടാ ചെറിയ തീയ ചെറിയ തീ തന്നെയാ വലിയ തീയില്ലേ ഒരു കയ്യകല നിന്നിട്ട് ചാർലി നിനക്കത് വേണ്ടല്ലോ അത് ഇമ്രാന് കൊടുക്കട്ടെ ഇറച്ചി ഇമ്രാൻ കൊടുക്കട്ടെ അത് എടുത്തോണ്ടോ തിന്നണില്ലേ അത് എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിക്കുക കണ്ടാ വായിൽ വെച്ചിട്ടിരിക്കുക അത് ഇമ്രാൻ കൊടുക്കാൻ നീ ഇതിനല്ലേ കണ്ടാ അവിടെ വെച്ചു അതിന് ഭംഗിയില് സൂക്ഷിച്ചുകൊണ്ട് ഇടരുത് എന്തേലും ആവട്ടെ നമ്മുടെ ഇങ്ങോട്ട് വരൂ പൊടികൾ മൂത്തുണ്ട് കേട്ടാ അപ്പൊ അരിക്ക് ഇറച്ചിരുന്നു കേട്ടോ കഷ്ണങ്ങളാക്കി വെള്ളം ഉണ്ടല്ലേ ഇല്ല അടിയിൽ തിരി വെള്ളം ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല ഞാൻ ഊറ്റി കളഞ്ഞു ഇട്ടറി ഇതാണ് തുടക്കത്തെ പരിപാടി അന്നവലിമേ പണ്ട് ഈ അമേരിക്കക്കാരെ വീട്ടിലും ഇവിടേക്കാണ് കൂടുതലും നടന്നത് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവിടെ വിദേശങ്ങളിൽ വെക്കുന്ന ഓരോ ഒക്കെ മോഡൽ വെപ്പുകളൊക്കെ ആൾക്കറിയാം പണ്ട് കാലത്തുള്ളത് ഇനി ഇതിലേക്ക് സബോള ഇതിപ്പോ 2 സബോളയല്ലേ 3 ചെറിയ സബോളകൾ 3 സബോള ഇട്ടു പിന്നെ ഇഞ്ചി നമ്മൾ ഇവിടെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലത്തെ പകുതി ഇഞ്ചി ഇട്ടാ നീളത്തിലരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഇനി അടുത്തത് പിന്നെ കുറച്ച് വിനാഗിരി അഥവാ ചൊറുക്ക ഒരു 2 സ്പൂൺ 2 ചെറിയ സ്പൂൺ ഒരു സ്പൂൺ എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി ഇനി ഉപ്പിടണ്ടേ ഉപ്പും വേപ്പിലിടണല്ലേ പൊടികൾ ചൂടാക്കിയാൽ ഉപ്പിടേണ്ടതായിരുന്നു ഇതിലിട്ട് ഉപ്പ് കുറച്ച് വേപ്പില ഇടാം ഇനി കുറച്ച് വേപ്പില കറിവേപ്പില ഇനി ഉപ്പ് ഇട്ടാ ഈ സാധനം വെക്കുന്ന പോലെ ബീഫ് വയ്ക്കാട്ടാ വെച്ചോക്കെ ആയിരുന്നു അല്ലേ ഇളക്കിയിട്ട് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഇങ്ങനെയാണിത് വേവിക്കാട്ടാ കുറച്ചുകൂടി മൂടി എടുത്തിട്ടില്ലേ ഇത് ഇനി മൂടി വെച്ചിട്ട് ഇനി ഇത് വേവട്ടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു നമ്മുടെ ഈ വലിയ അടുപ്പ് പിടിക്കുന്നുണ്ട് കാറ്റുണ്ട് ഭയങ്കര കാറ്റ് പിടിക്കുന്നുണ്ട് ഇപ്പൊ വൃശ്ചികാറ്റ് തുടങ്ങി ഇവിടെ അപ്പൊ ഇത് വേവിക്കണ സമയം കൊണ്ട് ഇതിലേക്ക് ഒരു നാളികേരത്തിന്റെ ഒരു വറവുണ്ട് കേട്ടാ ഭയങ്കര അരക്കരുത് ചെറിയ രീതിയിൽ തരുതരിപ്പായിട്ട് പൊടിച്ച് ചേർക്കണം അതാണ് ഇതിന് ശരിക്കും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം അല്ലേ നാളികേരം സാധാരണ നമ്മൾ പോർക്കിറച്ചിയിൽ അങ്ങനെ ചേർക്കാത്തൊരു സാധനം അത് ആ സമയത്ത് വീഡിയോ ഇട്ട സമയത്തൊക്കെ നമുക്ക് കുറേ കമൻസ് വന്നു തോന്നുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം അങ്ങനെ മാത്രമേ വെക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോർക്കിറച്ചി ഇഷ്ടമില്ലാത്തവർ പോലും ഇഷ്ടപ്പെടും വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി അപ്പൊ നാളികേരം ഒരു 3/4 നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടാ എന്താ ഇതിലേക്ക് നമ്മൾ ചുമന്നുള്ളി അരിഞ്ഞത് ചേർക്കുക ഒരു 10-15 ചുവന്നുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കേട്ടാ ഒരു അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി നീളത്തിലാക്കിയിട്ടുള്ളത് ഒക്കെ നീളത്തിലാണ് ആളുടെ പരിപാടി ഇത് മതി ഈ അടുപ്പ് തന്നെ മതി ഇത് തിളക്കണേണ്ട അതുകൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ കിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അടി പിടിക്കാണ്ടാവും അയ്യോ കയ്യുമ്മലേക്ക് ഭയങ്കര ചൂട് നമുക്കൊന്ന് ഇളക്കി
ഒഴിക്കുക. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് കണ്ട. മൂടി വയ്ക്കുക. തിന്നത് എവിടെയെങ്കിലും കൊണ്ടച്ചാവാള് അല്ലേ? എവിടെയെങ്കിലും കൊണ്ടു വെച്ചിട്ടുണ്ടാവും. ചാർലിനെ ഇങ്ങനെ ചാർലിയുടെ സ്വഭാവത്തിനെ മാറ്റിയെടുക്കാൻ നമ്മളോട് അടി കൊടുത്തിട്ടാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇമ്രാൻ വിചാരിക്കണം. തിരിച്ചു പോരണ്ടാ മതി. അത് ജീണിലുള്ളത് പേടിച്ച് നിന്ന് കൊടുക്കല്ലേ. അവനെ ആൽഫിയാക്കിയത് ഇവനാ. ഇവങ്ങനെ പേടിച്ച് നിന്ന് കൊടുത്തിട്ടാ അല്ലേ? ഇവനെ ഗാമയാക്കണം. ഗാമ എന്ന് പറഞ്ഞിട്ടപ്പോ എനിക്കറിയില്ല. ആൽഫയും സിഗ്മയും കേട്ടിട്ടുണ്ട്. ഗാമ സിഗ്മ വേറൊരു സംഭവ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടാ. വെള്ളം വറ്റി തുടങ്ങി, ഇറച്ചി വേവാറായി തുടങ്ങി. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തുറന്നിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. ശരിക്ക് ഇത് കുറച്ചുകൂടി ചെറുതാക്കി നുറുക്കാട്ടാ, അപ്പൊ ടേസ്റ്റ് കൂടും. പിന്നെ ഈ സാധനല്ലേ, ഇത് പതുക്കെ വറവാവുള്ളൂ കേട്ടോ. പതുക്കെ ചെറു തീയിലിട്ടിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വറവായിരിക്കണം. കുറച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അടി കരിയും. അപ്പൊ നമ്മൾ തീ കുറവിലിട്ടിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പൊ അതുവരെ സരിത ഒരു പാട്ട് പാടുന്നതായിരിക്കും, ഞാൻ അത് ഇളക്കുന്നതായിരിക്കും. ഏതെങ്കിലും പാട്ട് പഠിക്കുക, എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പഠിക്കും. നീ നിൽക്കട്ടാ, മുഖത്ത് ചൂടെടുക്ക. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ടു കോരി തരിച്ചു നിന്നു. തെന്നൽ തരിച്ചു നിന്നു. വിരൽ ഞൊടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ചവളരികിൽ വന്നു. വിധുവദനയായി വിവശയായി അവളൊതുങ്ങി നിന്നു. നാണം കുണുങ്ങി നിന്നു. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ. പണ്ടൊരു വടക്കൻ തെന്നൽ. തരള ഹൃദയ വികാരലോലൻ തെന്നലവളുടെ ചൊടി നുകർന്നു. തണുവണി തളിർശയ്യയിൽ തനു തളർന്നു വീണു. തമ്മിൽ പുണർന്നു വീണു. പുലരി വന്നു വിളിച്ച നേരം അവനുണർന്നൊന്നവളെ നോക്കി. അവളടുത്തില്ല, അകലെയെങ്ങോ മറഞ്ഞു പോയി. തെന്നൽ പറന്നു പോയി. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ. പണ്ടൊരു വടക്കൻ തെന്നൽ. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ മരത്താരം മഞ്ജുല് അനുഭവം എന്ന് പറഞ്ഞ സിനിമ പോയി കണ്ടിട്ടുള്ളതാണ്. ഇത് എനിക്ക് ചെറിയൊരു ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻസെന്റ് ഒരു കട്ടളപ്പടിയും ഇരുന്നിട്ട് പാടുന്നതാണ് അല്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ ഈ പാട്ട് കണ്ടിട്ടില്ല ശരിക്കും. വിൻസെന്റ് ആണല്ലേ? അപ്പൊ ഞാനിത് ചെറുപ്പത്തിലൊക്കെ കേൾക്കുമ്പോ ഇത് എങ്ങനെയാണ് തെന്നൽ, അതായത് കാറ്റാണല്ലോ, കാറ്റ് വന്നിട്ട് വാടകയ്ക്ക് മുറിയെടുത്തു, അതും പൂവിന്റെ ഉള്ളില്. ഇതെങ്ങനെ, ഇത് ഒന്നും മനസ്സിലാവണ്ടായിരുന്നില്ല ഇത്. എന്നിട്ട് അതിന്റെ ആ കവിതയുടെ ഇതേ ആ ഭാവന പിന്നെ മനസ്സിലായേ വലുതായിപ്പോ. ഞാൻ കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് പാരഡി വീടി ചായപ്പൻ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാട്ടിന്റെ. അക്കിടി പാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആ വീടി ചായപ്പന്റെ ഒരു കഥാപ്രസംഗം ഉണ്ട്. ചെറുപ്പകാലത്ത് വീടി ചായപ്പന്റെ കഥാപ്രസംഗം എവിടെ ഉണ്ടെങ്കിലും കാണാൻ പോലെയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് ഓർമ്മ എടുത്തിട്ട് ഞാൻ അതിൻ്റെ വരിയിൽ പാടാം. അതായത് അക്കിടി പാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആള് സിനിമയ്ക്ക് പോയിപ്പോൾ ഒരു പെൺകുട്ടീനെ കണ്ട് മുട്ടി, അവർ പ്രണയത്തിലാണ്. പിന്നെ പിറ്റേ ദിവസം അവർ കാലത്ത് ടൗണിലൂടെ പാറിപ്പറന്ന് അവർ ഷോപ്പിങ്ങിന് ഇറങ്ങാണ്. പിറ്റേ ദിവസം അല്ല ഞായറാഴ്ച
പിറ്റേ ഞായറാഴ്ച. അപ്പൊ കാശ് കുറെ പൊടിച്ചു. ആ അപ്പൊ അതിന്റെ പാട്ടാണ് ഈ പാട്ട് പാരഡിയിട്ട് വീടിരായപ്പം പാടിയിട്ടുള്ളത്. എനിക്ക് ഓർമ്മ നല്ലത്. വാഗപ്പൂ നിറമുള്ള വിമലിൻ്റെ സാരി വാങ്ങി വാലിട്ടെഴുതുവാനായി കൺമഷി വാങ്ങി ഐടെക്സ് കൺമഷി വാങ്ങി വാച്ച് വാങ്ങി വളകൾ വാങ്ങി വിമ്മ് വാങ്ങി വിവാ വാങ്ങി വായിക്കാനായി വലിയ ചിലവുള്ള വാരിക വാങ്ങി വനിതാ വാരിക വാങ്ങി മിക്സി വാങ്ങി മാക്സി വാങ്ങി ടാക്സ് ഇല്ലാതെ ഫ്ലാക്സ് വാങ്ങി ഗ്ലൗസ് വാങ്ങി ബ്ലൗസ് വാങ്ങി ടാക്സിയിൽ കയറി കപ്പിൾസ് ടാക്സിയിൽ കയറി വാഗപ്പൂ നിറമുള്ള ഇത് വിമലിൻ പിന്നെ ആ പാട്ടാണ് അതാണ്. എന്നിട്ടുണ്ടായേ പിന്നെ അവര് പ്രണയത്തിലായിട്ട് പിന്നെ കുറെ ഇതുകളൊക്കെ ഉണ്ട്. പ്രണയത്തിൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ അല്ല പിറ്റേ ദിവസമല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. കാമുകനെ ഇങ്ങനെ വെക്കാൻ പാടില്ലായിരുന്നു. നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന സമയങ്ങള് ഇങ്ങനത്തെ ഈ വീഡിയോ കഥാപ്രസംഗം കാണാം. ഞാൻ വിചാരിച്ചു കാമുകിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകുമ്പോഴാണ്. ഞാൻ വീഡിയോപ്പിൻ്റെ കഥാപ്രസംഗം കാണുന്നത് 10-12 വയസ്സ് 11 വയസ്സ് 13 വയസ്സ് 14 വയസ്സ് ആ കാലഘട്ടത്തിലേക്കാണ്. 1984-83 ആ സമയങ്ങളൊക്കെയാണ്. എവിടെയാണെങ്കിലും പോവും. ഇപ്പോൾ വീഡിയോ ഇപ്പം നമ്മുടെ എന്താ പറയുക അന്നൊക്കെ ഹൃദയത്തിൽ തന്നെയായിരുന്നു. മറ്റേ പാട്ടിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ പാടാറുണ്ട്. ഏത് പാട്ട്? ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ. അതിന്റെ പ്രേമത്തിൻ മുരളി അത് കല്യാണം കഴിക്കാണ്ട് അതിന്റെ അത് പാടി 30 വയസ്സെനിക്കായി 30 വയസ്സെനിക്കായി മേരിക്ക് പിള്ളേര് 4 അയലത്തെ വീട്ടിലെ ഗ്രേസി 3-4 കെട്ടി. എന്നിട്ടും നിങ്ങൾക്ക് എന്നെ കെട്ടിക്കാനായി കയ്യിൽ കാശില്ല. ഓടി പോകണോ തൂങ്ങണോ മദറേ എൻ മദറേ മദറേ. ആ പാട്ട് കേൾക്കാൻ വീഡിയോപ്പിന്റെ വരികളൊക്കെ ഭയങ്കര രസമല്ല. ആ വരിയുടെ എന്തുട്ടാ പാരഡി? അത് ഞാൻ ആലോചിച്ചു ഓർമ്മയില്ല. എന്നിട്ട് മുടി നരച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആലോചിക്കണം, കിട്ടണില്ല. ആലോചിക്കട്ടെ, ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് പാടാം. അപ്പോൾ ഇതിൽ പാട്ട് കൂടി ഗൂഗിളിൽ നോക്കി നോക്കിയാൽ പറയാം. ഗൂഗിളിൽ ഉണ്ടാവുമെന്നും അറിയില്ല, ഗൂഗിളിലൊന്നും ഉണ്ടാവില്ല. ഇത് ഇറച്ചിയേ നോക്കിയാ, ഇറച്ചി വെന്തുണ്ട്. ഇനി തുറന്നിട്ടിട്ട് വെള്ളം പറ്റിക്കാട്ടെ നമുക്ക്. ഇതിലത്തെ വെള്ളം മൊത്തം പറ്റണം കേട്ടാ. എവിടെ കാക്കാവില്ല ആളുകൾ പറയണ്ടേ, ഈ ഇവിടെ നിങ്ങൾ ഇങ്ങനെയുള്ള പുറത്ത് പാചകം ചെയ്യുമ്പോൾ ഒരു സാധനം മുകളിലാക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കാക്കകൾ മറ്റേ കിളികളൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുവരെയായിട്ടുള്ള അനുഭവത്തിൽ ഇതുവരെയായിട്ട് നമുക്ക് ഇത്രയും വീഡിയോകൾ നമ്മൾ ചെയ്തിട്ട് പുറത്തു നിന്നിട്ട് ഇതുവരെയായിട്ട് കാക്കകൾ അല്ലെങ്കിൽ കിളികൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ശരിയാ, ഇതുവരെയായിട്ട്. അപ്പം അതുകൊണ്ട് അവിടെ എവിടേക്ക് പോയിട്ടില്ല. അങ്ങനെ അകലെ അവിടെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ നിക്കണേന്റെ നേരെ മുകളിലത്തെ കൊമ്പുമ്പലൊന്നും ഇതുവരെ വന്നിരുന്നിട്ടില്ലേ? ഒക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് നേരെ മുകളില് വന്നിരിക്കുന്നില്ല. ഇത് വറക്കാനാണ് സമയം കേട്ടാ വന്നത്. ഇതിന്റെ അടിവശം പാത്രത്തിന്റെ അടിവശം ഇങ്ങനെ കരിഞ്ഞ പോലെ കാണാം നമുക്ക്. പക്ഷെ കരിഞ്ഞിട്ടില്ല. കണ്ട ഇങ്ങനെയാണ്, കണ്ട വറക്കില്ല. കുറെ സമയമായി. അത് മറ്റേ ഇരുമ്പിന്റെ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിന്റെ ഒക്കെ ആണെങ്കിൽ തീ കൂട്ടിയിട്ടിട്ട് വേണേ വേഗം ആക്കാം. വേഗമായിട്ട് ഇപ്പൊ എന്തിനാ, അത് വെന്ത് കഴിഞ്ഞിട്ടാണ് ഇത് ചേർക്കുള്ളൂ. നോക്കിയാൽ നമ്മുടെ ഈ ഇറച്ചി ഇതൊക്കെ വറ്റിയിട്ട് വെള്ളം വറ്റി കംപ്ലീറ്റ്. അപ്പോൾ ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ആക്കണം.
പാത്രത്തിൽ ആക്കാല്ലേ സരിത? ഭയങ്കര ചൂടുണ്ട്. പിടിക്കണ തുണിയുണ്ട്. താങ്കൃതാ തട്ട് തട്ട് കണ്ട എന്ത് ചക്ക ചക്ക പോലത്തെ കഷ്ണങ്ങള്. ഞാൻ മുറിക്കാനത് ചെറുതായി. കഷ്ണങ്ങൾ ചെറുതാക്കുമ്പോ ഒത്തിരി കൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതിലാണ് ബാക്കി പരിപാടി. ഇതോടെ ഇരിക്കട്ടെ. കഴിക്കും. ഇതില് കരിയോ? കഴിക്കുക. ചാറൊക്കെ കരിയും. വെറുതെ ഒന്ന് കഴിക്കാൻ മതി. പാത്രം ഒന്ന് കഴുകിട്ട് വെറുതെ ഒന്ന് കഴുകുന്നു. വെള്ളമുണ്ട്. തീ ഇതിന്റെ അടുപ്പത്ത് വീണ്ടും വയ്ക്കാട്ടെ നമുക്ക്. നാളികേരം വറവായിട്ടുണ്ട് കേട്ടാ. തീ ഓഫാക്കാം. ഇത് ചൂടാറട്ടെ. നമുക്ക് തന്നെ ഒന്ന് തരുതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. അരക്കരുത്, വെള്ളം ഒഴിച്ച് അരക്കരുത്. പൊടിച്ചെടുക്കാനേ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് പൊടിക്കാനേ പാടുള്ളൂ. നമ്മൾ നേരത്തെ അത് വേവിച്ച പാത്രത്തിൽ തന്നെയാണ് കേട്ടോ. അത് ശരിക്ക് കഴുകിയിട്ടൊന്നുമില്ല. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചുമന്നുള്ളി അരിഞ്ഞു. ഇതെടുത്തു. ചുമന്നുള്ളി അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇഞ്ചി അരിഞ്ഞത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത്. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത്. കൂടുതലുണ്ട്. പച്ചമുളക്. പിന്നെ വേപ്പിൻ്റെ ഇല. ഇതാണ് ഓടിയത്. ആ നല്ല വേപ്പിൻ്റെ ഇല. ആ പിന്നെ വേപ്പിൻ്റെ ഇല. കിണ്ണത്തിലിട്ട പെട്ടെന്ന് ചൂടാറും. കിണ്ണത്തിലേക്കൊന്നും മാറ്റണ്ട. ഞാൻ അത് പൊടിച്ചിട്ട് വരാന്ന് വെച്ചാ. ചേട്ടാ ഇളക്കിക്കോ. അപ്പൊ ഇത് ഞാനിന്ന് പൊടിച്ചിട്ട് വരാട്ടാ. ചൂടുണ്ട്. വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കരുത്. പൊടിച്ചു വേണം. പൊടിച്ചു വേണം കേട്ടോ. അങ്ങനെ ആയില്ലേ? ഇതില് മുളക് ഇത്തിരി കുറവല്ലേ എരിവ്? അപ്പൊ ഇതിലേക്ക് അത്രയും മതി. കുറച്ച് മുളക് പൊടിയിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിലധികം ഗരം മസാല പൊടി ഇട്ടുണ്ട്. കുറച്ച് ഉപ്പിടുണ്ട്. കുറച്ച് അത് മുഴുവൻ കേട്ടോ. പിന്നെ മാറ്റി വെച്ചിട്ടുള്ള ഇറച്ചി ഇടുന്നു കേട്ടോ. ഇതിലേക്ക് നമ്മൾ പൊടിച്ചുകൊണ്ട് പൊടിച്ച സാധനം ചേഞ്ച് വന്നു പൊടി മുഴുവൻ. സൂപ്പറായി കഴിഞ്ഞ പരിപാടി. തീ ഓഫ് ചെയ്യാൻ പോവാണ്. നന്നായി പറ്റി പിടിച്ചു അല്ലേ? അടിപൊളി. ചെറിയ പീസുകളും കൂടി ആയിരുന്നെങ്കിലേ കാണാനും നല്ല ഭംഗി ഉണ്ടായേനെ. ഇപ്പോഴും നല്ല കാണാൻ ഭംഗിക്ക് ഒരു കുറവ്. ടേസ്റ്റും ഭയങ്കരമായിരിക്കും. ചെറിയ നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയോളൂട്ടാ. അല്ലിൻ്റെ അവിടെ ചേച്ചിയൊക്കെ ചെയ്യും. ചേച്ചി ചെയ്യാ പൊടി കഷ്ണങ്ങളാക്കും. അത്രയ്ക്ക് ചെറുതാക്കണ്ട. ഇപ്പൊ ഇതിനെ ഒരു 4 കഷ്ണാക്കണം. അയ്യോ 4 കഷ്ണങ്ങള്. അപ്പോഴാ ടേസ്റ്റ്. ഞാനേ നാളികേരം എടുത്തൊരുക്കി. ഇത് ചോറ് കൂട്ടി കഴിക്കാനുള്ളതല്ല. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കുക. നല്ല ചൂടുണ്ട്. ഒരു ചൂടായിട്ട് കഴിക്കാൻ പറ്റില്ല. 1 മിനിറ്റ് ചൂടാറട്ടെ. അന്നവല്ലിമേനെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിട്ടാണ് ഇത് വെച്ചിട്ടില്ല കേട്ടോ. അന്നവല്ലിമ ആകാശത്ത് നിന്നിട്ട് നോക്കുന്നുണ്ടാവും. ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ അന്നവല്ലിമയ്ക്ക്. അപ്പോൾ നമ്മൾ ഊഞ്ഞാലിരുന്നിട്ട് ചോറും കൂട്ടാനൊന്നും എടുക്കണില്ല. ഇത് വെറുതെ കഴിക്കലാണ് പരിപാടി. കഴിച്ചറി? നീ കഴിച്ചോ? ചൂടാറാണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഓഹാ ഭയങ്കര ടേസ്റ്റാ. അടിപൊളി. അന്നവല്ലിമേനെ മാത്രമല്ല നമ്മുടെ അച്ഛന് ഓർമ്മ വരും ഇങ്ങനെ വയ്ക്കുമ്പോൾ. കാരണം അച്ഛൻ ആ ഒരു സൈഡ് തളരണ വരെ പോർക്ക് വെക്കുക ഇങ്ങനെയാണ്. നോൺ വെജ് അതായത് ചിക്കൻ, ബീഫ്, പോർക്ക്, മട്ടൻ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അച്ഛനാണ് വെക്കാറ്. അടിപൊളി. അച്ഛൻ പിന്നെ അവരെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യും. പരീക്ഷണങ്ങൾ ചെയ്യണ കാണുമ്പോൾ ഇവരിങ്ങനെ പിന്നാലെ നടന്ന് കുറ്റം പറയും. അത് ഉണ്ടാക്കി കഴിയണവരൊക്കെയിട്ട് എല്ലാവരും, ചേട്ടനും സജീവനും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് ശരിക്കും പറഞ്ഞാൽ തിന്നാൻ കിട്ടില്ല. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറയും, ഓ ഉണ്ടാക്കി കഴിയണവരെ ക്രോസ് വിസ്താരായിരുന്നു ഇവിടെ, എന്തൊക്കെയാ പറഞ്ഞോടന്നെ, ഇത് വായിലേക്കാൻ കൊള്ളു, ഇത് എന്തിട്ടൊക്കെ ചേർക്കണം, ഈ സാരിട്ട് കഴിഞ്ഞത് ഇങ്ങനെ വെറുതെ ഇവര് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അച്ഛൻ വയ്ക്കുമ്പോൾ. എന്നിട്ട് വെച്ചങ്ങോട്ട് ഇറക്കി ഒന്ന് സെറ്റായിട്ട് കഴിക്കാൻ വെച്ചിട്ട് അച്ഛനൊന്ന് പോയി വിശ്രമിച്ച് വരുമ്പോഴേക്കും പാത്രം കാലിയുണ്ടാവും. ചെറിയ കഷ്ണമല്ല ഇനി കിട്ടിയില്ലെന്ന് വേണ്ട. ഓ
ഉപ്പ് ഇത്തിരി കൂടിയാ? കറക്റ്റാണല്ലോ. പഴയ ടേസ്റ്റ് ഒന്നുമില്ലേ? ഒരു മിളകടൊക്കെ കഴിക്കണതേ ഇത്ര ടേസ്റ്റില് പോർക്ക് അങ്ങനെ വെച്ചാലും വരില്ല അല്ലേ? ഈ ഒരു ടേസ്റ്റില് ഇത് കൂടി വെച്ചോണ്ടാകുമ്പോൾ കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗംഭീര സാധനമാണ്. നിങ്ങൾ വെച്ച് നോക്കിയോ അന്ന വല്യമ്മേരെ പോർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതാ. ഇത് അതൊക്കെ കുറേ 7 കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഈ സാധനം ബീഫ് കൂട്ടിയിട്ട് വെച്ച് നോക്കട്ടെ. എങ്ങനെയുണ്ടെന്ന് നമുക്കത് വെച്ച് നോക്കണം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് നിർത്താം. അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.